നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി എഇഒക്കെതിരായ KPSTA മനുഷ്യത്വഹീനമായ നടപടികൾക്കെതിരെ KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. വിജയരാഘവപുരം നിറവ് ഓണോത്സവം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിക്കും. ചേർപ്പ് എട്ടുമന പാടത്ത് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി. ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത ഭൂരിഭാഗം കർഷകരും സങ്കടത്തിൽ. മറ്റത്തൂർ പഞ്ചായത്തിൽ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ഞായറാഴ്ച രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഗുരുവായൂർ തൊടിയൂർ മാളിയേക്കൽ പടിയിൽ ബൈക്ക് സൈക്കിളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി എഇഒക്കെതിരായ KPSTA മനുഷ്യത്വഹീനമായ നടപടികൾക്കെതിരെ KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ബെന്നി K. ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ ഇഗ്നേഷ്യസ്, ഡോക്ടർ PC സിജി, ദീപ ആന്റണി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി C. പ്രമോദ് സ്വാഗതവും ഉപജില്ലാ സെക്രട്ടറി KN വിവേക് നന്ദിയും പറഞ്ഞു. വിജയരാഘവപുരം നിറവ് ഓണോത്സവം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിക്കും. പ്രത്യേക വാർഡ് സഭ, പൊതുശുചീകരണം, സാംസ്കാരിക സദസ്സ്, സമാദരണ ചടങ്ങ്, കലാപരിപാടികൾ, പുരസ്കാര സമർപ്പണം, മെഗാ നാടൻപാട്ട്, കൈകൊട്ടിക്കളി മത്സരം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടത്തും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കസ്തൂർബ കേന്ദ്രത്തിൽ നടക്കുന്ന പൊതുശുചീകരണ പരിപാടിയിൽ തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകർ, NSS വോളണ്ടിയർമാർ, യുവജന സംഘടനകൾ എന്നിവർ പങ്കാളികളാകും. 4 മണിക്ക് ചേരുന്ന പ്രത്യേക വാർഡ് സഭാ യോഗത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സുമേഷ് K. മുഖ്യാതിഥിയാകും. തുടർന്ന് നടക്കുന്ന മെഗാ കൈകൊട്ടിക്കളി മത്സരത്തിൽ ജില്ലയിലെ മികച്ച ടീമുകൾ പങ്കെടുക്കും. വിജയികൾക്ക് മുൻ കൌൺസിലർമാരായ CP സുബ്രൻ, PC വേലു എന്നിവരുടെ സ്മരണയ്ക്കായി ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കും. സംഘാടക സമിതി യോഗം വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ ഷാജി മഠത്തിപ്പറമ്പിൽ, കോർഡിനേറ്റർ ഡോക്ടർ ലിൻഡോ ആലപ്പാട്ട്, ട്രഷറർ സജിലേഷ് ബാലൻ, ആഡ്സ് ഭാരവാഹികളായ ഇന്ദിര ബാബു, രേഖ ഗോപി, സുകന്യ സനേഷ് കുമാർ, പോൾസി ബാബു, മഞ്ജു ഷിബു എന്നിവർ സംസാരിച്ചു. ചേർപ്പ് എട്ടുമന പാടത്ത് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ പാടത്ത് ട്രാക്ടർ അടിക്കാൻ വന്ന പ്രദേശവാസിയാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. 1.5 മാസം മുൻപ് കാണാതായ ആളുടേതെന്ന് സംശയിക്കുന്ന ട്രൗസറും ചെരുപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി ഇവയെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത ഭൂരിഭാഗം കർഷകരും സങ്കടത്തിൽ. ഓണത്തിന് പൂക്കളമൊരുക്കാൻ മലയാളികൾ ചെണ്ടുമല്ലി പൂക്കളെ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇവയ്ക്ക് ഡിമാൻഡ് ഏറുകയായിരുന്നു. അടുത്ത കാലത്തായി വരവ് പൂക്കളെ ആശ്രയിക്കുന്നതിന് പകരം നാട്ടിൻപുറങ്ങളിൽ പൂക്കൃഷി വ്യാപകമായി തുടങ്ങി. കുടുംബശ്രീയും ചെറുകിട കർഷകരും ഇത്തരത്തിൽ പൂക്കൃഷി ആരംഭിച്ചതോടെ പൂക്കളങ്ങൾ തദ്ദേശീയമായി കൃഷി ചെയ്ത പൂക്കൾ കൈയടക്കി വരികയായിരുന്നു. എന്നാൽ ഇത്തവണ ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത ഭൂരിഭാഗം കർഷകരെയും സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് ഓണത്തിനായി കർഷകർ കൃഷി ചെയ്തത്. ഇതിൽ അത്തത്തിന് മുൻപേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് വിളവെടുപ്പിന് പാകമായി. എന്നാൽ ഓറഞ്ച് പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ്.
വരന്തരപ്പള്ളി അമ്മുകുളത്ത് ഭൂമി പാട്ടത്തിനെടുത്ത് പൂക്കൃഷി നടത്തിയ ചക്കേരി വീട്ടിൽ ലീല, തേർമഠം ഓമന എന്നിവരുടെ ഓറഞ്ച് പൂക്കളും വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ്. പൊലിമ പുതുക്കാട് പദ്ധതിയിലെ പുഷ്പഗ്രാമത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇരുവരും ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. 1500 ഹൈബ്രിഡ് ചെടികളാണ് കൃഷി വകുപ്പിൽ നിന്ന് വാങ്ങിയത്. ഒരേ സമയം കൃഷി ചെയ്തതിൽ മഞ്ഞപ്പൂക്കൾ വിരിയുകയും ഓറഞ്ച് ചെടികൾ മുട്ടിട്ട് നിൽക്കുകയും ചെയ്തതോടെ കാരണം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി കർഷകർക്ക് ലഭിച്ചില്ല. ഓണം കഴിഞ്ഞതോടെ പൂക്കൾ വിൽപ്പന നടത്താൻ ഇവർ ഏറെ ശ്രമിച്ചെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾക്ക് കിലോയ്ക്ക് 150 രൂപയിലേറെ വിലയുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ 20 രൂപയ്ക്ക് പോലും പൂക്കൾ എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയായി. തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന പൂക്കൾ 4 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നും നാട്ടിൽ കൃഷി ചെയ്ത പൂക്കൾ 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ലെന്നുമാണ് പൂക്കടക്കാർ പറയുന്നത്. നിശ്ചിത കാലത്തേക്ക് ഭൂമി പാട്ടത്തിനെടുത്ത് പൂക്കൃഷി നടത്തിയ കർഷകർക്ക് ഭൂമി തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും പൂക്കൾ വിറ്റുപോകാത്തത് തിരിച്ചടിയാവുകയാണ്. തദ്ദേശീയമായി കൃഷി നടത്തുന്ന കർഷകരുടെ പൂക്കൾ ന്യായമായ വിലയ്ക്ക് വിൽപ്പന നടത്താൻ വിപണി ഒരുക്കണമെന്നാണ് കർഷകർ പറയുന്നത്. പൊലിമ പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കൃഷി ചെയ്തത്. അപ്പോൾ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. അപ്പോൾ ഞാനും ഓമന ചേച്ചിയും കൂടി JLG ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി ചെയ്തത്. 1500 ചെട്ടിമല്ലി തൈയാണ് ഞങ്ങൾ നട്ടത്. ജൂലൈ മാസം ആദ്യ വാരത്തിൽ തന്നെ തൈ നട്ടു. ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ തലനുള്ളി നടലും കൃത്യമായിട്ട് വളം കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് തൈക്കളധികം ചീഞ്ഞു പോണ ഒരു അവസ്ഥ ഉണ്ടായില്ല. കാരണം നമ്മൾ രാവിലെ തൊട്ട് കുട്ടികളെ നോക്കണ മാതിരി പരിപാലിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് തൈയാണ് ചീഞ്ഞു പോകണ കാര്യമുണ്ടായുള്ളൂ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തെങ്കിലും കൂടി ഓണം സമയത്ത് നമുക്ക് ഈ റെഡ് പൂവ് നമുക്ക് വിരിഞ്ഞ് കിട്ടിയില്ല. യെല്ലോ മാത്രമാണ് വിരിഞ്ഞ് കിട്ടിയത്. അതാന്ന് വെച്ചാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് മഴ പെയ്ത് പൂവിൽ വെള്ളം ഇത്ര വലിയ പൂവാകുമ്പോൾ അതിൽ വെള്ളം നിന്ന് വെയിറ്റ് കൂടുമ്പോൾ പൂവ് ഒടിഞ്ഞ് വീഴുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. എന്നാലും നമുക്ക് റെഡ് ഓണത്തിന് കിട്ടിയില്ല, യെല്ലോ മാത്രമാണ് ഓണ സമയത്ത് കിട്ടിയത്. ആരെയും ആകർഷിക്കുന്ന തരത്തിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ പറിച്ചു കളയാനും കർഷകർക്ക് മനസ്സ് വരുന്നില്ല. മറ്റത്തൂർ പഞ്ചായത്തിൽ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ഞായറാഴ്ച രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പാട്ടുകര ഷെരീഫ്, മുല്ലക്കുന്നേൽ ജോണി എന്നിവരുടെ നിരവധി തെങ്ങ്, കവുങ്ങ് കൂടാതെ ഇഞ്ചി കൃഷിയും നശിപ്പിച്ചു. എടത്തനാടൻ കൊച്ചുത്രേസ്യ എന്ന മധ്യവയസ്ക തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇവരുടെ വീടിന്റെ മുൻവശത്താണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുതുക്കാട് സെയിന്റ് ആന്റണി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നതിനായി പുലർച്ചെ 4 മണിക്ക് ടാറിംഗ് റോഡിൽ വെച്ച് ആനയുടെ മുന്നിൽപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിലിന്റെ നേതൃത്വത്തിൽ ആൻഡോ ചെമ്മിഞ്ചേരി, AB പ്രിൻസ്, എഡ്വിൻ, നൌഷാദ്, ബൈജു, ബിജു, EA ഉമ്മർ കൂടാതെ വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ജോസഫ് കുപ്പപ്പിള്ളി, സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ജില്ലാ കളക്ടർക്ക് പരാതി നൽകുവാൻ തീരുമാനിച്ചു. നമ്മളെ ആണുങ്ങളുള്ള വീടാണെങ്കിൽ പിന്നെ ആണുങ്ങളെ വിളിച്ചു കൂട്ടാം, പിന്നെ രാജ്യക്കാരൊക്കെ വിളിച്ചു കൂട്ടണ്ടേ. മോനാണ് 3-4 ദിവസം ഉറക്കം കളഞ്ഞിട്ട് അവൻ വന്ന് കിടന്ന നേരത്താണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. അവനെ വിളിച്ചു നിർത്തിയിട്ട് അവൻ എനിക്കുണ്ടേ. ആന വന്നു എന്ന് പറഞ്ഞാലും കൂടി ഉറക്കം ഇടാൻ തയ്യാറാവാത്തൊരു അവസരം. 2-3 ദിവസമായി ഞാൻ ഉറക്കം പോണു ഈ മീലാത് കൊണ്ട് നടന്നാറിനെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ്റെ ഉറക്കം. പിന്നെ അവനെ നേരം വെച്ച് അവൻ പണിക്ക് പോകും. പണി കഴിഞ്ഞ് വരുന്നത് രാത്രി 9 മണി 10 മണിയൊക്കെ ആവും. ഗുരുവായൂർ തൊടിയൂർ മാളിയേക്കൽപ്പടിയിൽ ബൈക്ക് സൈക്കിളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. സൈക്കിൾ യാത്രികൻ തൊഴിയൂർ കർണംകോട്ട് വീട്ടിൽ 56 വയസ്സുള്ള രാജൻ, ബൈക്ക് യാത്രികൻ കാവീട് ഏറത്ത് വീട്ടിൽ 22 വയസ്സുള്ള അക്ഷയ് എന്നിവരാണ് മരിച്ചത്. താമരയൂർ ദേവിസ് ബേക്കറി ജംഗ്ഷന് സമീപം കച്ചവടം ചെയ്യുന്ന സുരേഷിന്റെ മകനാണ് അക്ഷയ്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന കാട്ടക്കാമ്പൽ കേച്ചേരിപ്പറമ്പിൽ സത്യന്റെ മകൻ 22 വയസ്സുള്ള നിരഞ്ജൻ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്നിരുന്ന സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. മരിച്ച രാജൻ സംഭവ സ്ഥലത്തിന് സമീപം ചായക്കട നടത്തുന്ന ആളാണ്. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു.
വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഗ്രാമപഞ്ചായത്ത് അംഗം കലാപ്രിയ സുരേഷ്, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R അജയകുമാർ എന്നിവർ സംസാരിച്ചു. 50 ലക്ഷം രൂപയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. മുപ്ലിയം ഉപ്പൊഴിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ രാജ്യം മുഴുവൻ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മുപ്ലിയം ഉപ്പൊഴിയിൽ BJP ബൂത്ത് കമ്മിറ്റിയും തൃശൂർ സീതാറാം ആയുർവേദ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രമുഖരായ 2 ഡോക്ടർമാർ നയിച്ച ക്യാമ്പ് BJP കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BJP ബൂത്ത് പ്രസിഡന്റ് MB സതീശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആനന്ദ് മോഹൻ, ഡോക്ടർ അരവിന്ദ്, രാഹുൽ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടേഴ്സിനോടും ശ്രീ നരേന്ദ്രമോദിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദനം ഈ സമയത്ത് അർപ്പിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാടിന് അത്യാവശ്യമാണ്. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളും ഉയർന്ന് വളരേണ്ട കാലഘട്ടമാണ്. നമുക്കറിയാം, ഒട്ടനവധി അമ്മമാര് ഇത്തരത്തിലുള്ള ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ 40,000 വനിതകളെ കൃഷിയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പൊലിമ പുതുക്കാടിന്റെ 5 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. 5ാം ഘട്ട വിളവെടുപ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ S സ്വപ്ന പദ്ധതി വിശദീകരിച്ചു. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ 5ാം ഘട്ട ഉദ്ഘാടനം ജൂലൈ 6-ന് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് 3 ലക്ഷം രൂപ വിഹിതം ചെലവഴിച്ച് 1,40,000 തൈകൾ വിതരണം ചെയ്തു. വിവിധ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 3,50,000 തൈകൾ പൊലിമ പുതുക്കാട് പദ്ധതി വഴി ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കി. 20,198 വ്യത്യസ്ത ഇനം തൈകളും 6,000 പാക്കറ്റ് വിത്തും കൃഷി വകുപ്പ് വഴി വിതരണം ചെയ്തു. വരന്തരപ്പള്ളി നന്ദിപുലം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ഹെഡ് ഓഫീസ് മന്ദിരം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 2-ന് വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി T കുര്യാക്കോസ് എന്നിവർ പങ്കെടുക്കും. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN ജയൻ, സെക്രട്ടറി KA വിധു, ഭരണസമിതി അംഗങ്ങളായ ബൈജു പൂങ്കാവനം, ബാബു മൂക്കുപറമ്പിൽ, വിമൽ പണിക്കാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവരുടെ ധനസഹായത്തോടുകൂടി ബാങ്കിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഈ പണി പൂർത്തീകരിച്ചത്. ഏകദേശം ഒരു 3-3.25 കോടി രൂപ എസ്റ്റിമേറ്റ് വരുന്നതാണ് പദ്ധതി തയ്യാറാക്കിയത്. എങ്കിലും പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് ഒരു 2 കോടിയോളം. പുതുക്കാട് മുപ്ലിയം റോഡിൽ വാട്ടർ അതോറിറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചു തുടങ്ങി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന റോഡിലാണ് നിലവിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. KK രാമചന്ദ്രൻ MLA സ്ഥലം സന്ദർശിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാസുദേവൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ MLAയോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,085 രൂപ, പവന് 56,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി AEOക്കെതിരായ KPSTA മനുഷ്യത്വഹീനമായ നടപടികൾക്കെതിരെ KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. വിജയരാഘവപുരം നിറവ് ഓണോത്സവം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിക്കും. ചേർപ്പ് എട്ടുമന പാടത്ത് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി. ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത ഭൂരിഭാഗം കർഷകരും സങ്കടത്തിൽ. മറ്റത്തൂർ പഞ്ചായത്തിൽ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ഞായറാഴ്ച രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഗുരുവായൂർ തൊടിയൂർ മാളിയേക്കൽ പടിയിൽ ബൈക്ക് സൈക്കിളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.